ശ്രീ ദാമോദർ പ്രസാദ്, ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ നാളെയും ഇതുപോലെ പ്രതിഷേധങ്ങളുണ്ട്. തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം, പാർലമെന്റിലെ പ്രതിഷേധം, ഇതൊക്കെ ഇതുപോലെ തുടരുമെന്ന് പറയുന്നു. ഇതുകൂടാതെ ഇനി ബീഹാറിൽ 2 ആഴ്ച നീളുന്ന വലിയ പ്രതിഷേധ പരിപാടിക്കും ആലോചനയുണ്ട്. പക്ഷേ ഇതങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് മാറുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയിരിക്കുന്ന പരാതികൾ അല്ലെങ്കിൽ കേട്ട പരാതികൾ എന്നതിൽ ഒരെണ്ണത്തിനുള്ള മറുപടിയാണ് ഇന്നലെ നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ ആ ഒരെണ്ണത്തിന് മറുപടി നൽകുമ്പോഴും ഈ പറയുന്ന ഈ വോട്ടറോട് ചോദിച്ച് വോട്ടർ അത് നിഷേധിച്ചു എന്നതാണ് ശരി എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ കോടതിയിൽ പോയുള്ള ഒരു പരിഹാരമാണോ വേണ്ടത്, അതോ തെരുവിലിറങ്ങിയ പ്രക്ഷോഭമാണോ ഇതിൽ ശരിയായ മറുപടിയായി നൽകേണ്ടത്? പ്രതിപക്ഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കോടതിയിൽ പോവുക, സമരം ചെയ്യുക, പ്രക്ഷോഭം നയിക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പാർലമെന്റ് സെഷൻ നടക്കുന്നുണ്ട്, പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധം നടക്കുന്നു. ബീഹാർ ആസന്നമായ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ബീഹാറിലേക്ക് പ്രതിഷേധം നടക്കും. പക്ഷേ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് എൻ്റെ ആശങ്ക, ഒരു പൗര നിലയ്ക്ക് എൻ്റെ ആശങ്ക പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം, അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റൊരു വിഷയം വരാം. ഇത് പിന്നോട്ടടിക്കാം. അപ്പോൾ നമ്മുടെ ഈ ന്യൂ നോർമൽ എന്ന സിറ്റുവേഷൻ നമ്മൾ ആക്കും, അത് വിസ്മരിക്കപ്പെടും, മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത പോകും, മാധ്യമങ്ങൾക്ക് പഴയ വിഷയമായി മാറുകയും ചെയ്യും. പക്ഷേ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് റൂട്ട് മാപ്പ് ഉണ്ട്. കോൺഗ്രസിന് ആ റൂട്ട് മാപ്പില്ല, CPIക്ക് ആ റൂട്ട് മാപ്പില്ല, മുസ്ലിം ലീഗിന് ആ റൂട്ട് മാപ്പില്ല. പക്ഷേ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് റൂട്ട് മാപ്പ് ഉണ്ട്. അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ആ റൂട്ട് മാപ്പാണ് 1 ഇലക്ഷൻ 1 നേഷൻ. നിങ്ങൾ ആലോചിക്കണം, 1 ഇലക്ഷൻ 1 നേഷൻ എന്ന വലിയ റൂട്ട് മാപ്പിലേക്കാണ് ഈ നേഷൻ അവർ കൊണ്ടുപോകുന്നത്. ആ നേഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു അജണ്ടയും പൊളിറ്റിക്സും ഉള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് എങ്ങനെ, ഞാൻ പറയുന്ന ഒരു പൗരന്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. അപ്പോൾ ആ റൂട്ട് മാപ്പിൽ നമ്മൾ തുടങ്ങുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്നിട്ട് വലിയൊരു ഹിസ്റ്ററി ഇതിൻ്റെ അകത്തുണ്ട്, നമ്മൾ കാണാതിരിക്കേണ്ട. നമ്മളിപ്പോൾ ആരെങ്കിലും ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതിക്ക് ശേഷം എന്തായി? ആ പണം തിരിച്ചു കൊടുത്തിട്ടില്ല, അത് തെറ്റാണെന്ന് അവർ അവസാനിപ്പിച്ചേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഫസ്റ്റ് ചർച്ച എന്തായിരുന്നു? ഇവിടെ കേണൽ അദ്ദേഹം പറയേണ്ട കാര്യമാണ്. ഫസ്റ്റ് ചർച്ച ഈ ഡോണർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. അവസാനം എന്തുണ്ടായി? നിങ്ങൾക്ക് ഡോണർ ഐഡന്റിഫൈ ചെയ്യാം, ഏത് കോർപ്പറേറ്റ് ആണ്, ആരാണ് പണം നൽകിയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടായി. അത് തിരിച്ചറിയപ്പെട്ടു. അതിനുശേഷമാണ് സുപ്രീം കോടതി ബെഞ്ച് അത് അവസാനിപ്പിച്ചത്. അവിടെ തുടങ്ങി. പിന്നീട് എന്തുണ്ടായി? ജസ്റ്റിസ് KM ജോസഫ് ഇടപെട്ടുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നിർണായക വിധി വന്നു. ആ വിധിയെ പാർലമെന്റ് നിയമിച്ചുകൊണ്ട് മാറ്റി, അതായത് അതിന്റെ ഘടന മാറി. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ഈ ഇലക്ഷൻ അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലൂടെ അതിനെങ്ങനെയൊക്കെയാണ് മാറ്റി തീർക്കേണ്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു പദ്ധതി. അതിന്റെ ഭാഗമായിട്ടാണ് 1 നേഷൻ 1 ഇലക്ഷൻ. ആ പ്രോജക്റ്റിലേക്കാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. 1 നേഷൻ 1 ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെയാണ് സുനിൽകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. കാരണം 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സ്ഥലത്തും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യം വളരെ എന്താ പറയുക, ഒരു സംഘടനാ സംവിധാന നിലയ്ക്ക് BJP രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, അതിന് വലിയ സംഘടനാ സംവിധാനമാണ്. നമുക്കറിയാം, സംഘ് പരിവാറിന് സംഘടനാ സംവിധാനം. അവർക്ക് പലതരത്തിലുള്ള പ്രവർത്തനം സാധ്യതകളുണ്ട്. പല സംഘടനകളിലൂടെ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബീഹാറിനെ സംബന്ധിച്ചുള്ള നിർണായക തെരഞ്ഞെടുപ്പിൽ മാസ് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് ആണ് അവിടെ ആവശ്യം. കാരണം ഏതാണ്ട് അത്രയോളം വോട്ട്, അത് പലപ്പോഴും ആരോപണം ഉന്നയിക്കപ്പെട്ടത് മുസ്ലിം വോട്ടർമാരാണ് ഈ ഡിസ്എൻഫ്രാഞ്ചൈസ് ചെയ്യപ്പെട്ടെന്നുള്ളതാണ്. അത് CPM ലിബറേഷന്റെ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയാണ് പ്രശ്നം ഉന്നയിച്ചത്. വൈറൽ അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന അവിടുത്തെ സ്ട്രാറ്റജി ഇതാണ്. കാര്യം അവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിർണായകം പോകുന്നത് ഇത്രയും വോട്ടുകൾ ഒഴിവാക്കപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ അത്തരം നിയമം കൊണ്ടുവന്നത്. ഇത് അങ്ങനെ എഴുതി വെച്ച നിയമം നടപ്പാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിയമം കൊണ്ടുവന്നു. എന്നാൽ കേരളത്തിലെ സ്ട്രാറ്റജി വേറെയാണ്. കേരളത്തിൽ അവർക്ക് അതുകൊണ്ട് ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ വ്യത്യസ്തമായിട്ട് തന്ത്രങ്ങളും അതിനനുസരിച്ച് അടവുകളും ഉപയോഗിക്കാൻ പറ്റും. അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ആ കാര്യത്തിൽ വളരെ പിന്നില്ല. കോൺഗ്രസ് വളരെ ദുർബലമാണ് അവസ്ഥയിൽ, നമുക്ക് യാഥാർത്ഥ്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ രേവണ്ണെ പോലെ ആൾക്കാർ അതിൻ്റെ അകത്ത് വിമർശിക്കുന്നത്. BJPയുടെ സംഘടനാ സംവിധാനം അങ്ങനെയല്ല. അപ്പോൾ തൃശ്ശൂർ പോലെ സ്ഥലത്ത് അല്ലെങ്കിൽ കേരളം പോലെ സ്ഥലത്തിന്റെ സ്ട്രാറ്റജി വേറെ തന്നെയാണ്. കാര്യം ഇവിടെ വോട്ടർമാരെ എങ്ങനെ സംബന്ധിച്ചാലും. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, തിരുവനന്തപുരം ആയിരുന്നില്ല BJPയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികൾ തിരിച്ചറിഞ്ഞ് നോക്കി ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. കാരണം 4 തവണ തൃശ്ശൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്ന് ക്യാമ്പയിൻ ചെയ്ത സ്ഥലമാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ സുനിൽകുമാറിനെ വളരെ പോപ്പുലർ കാൻഡിഡേറ്റാണ്. ഞാൻ സുനിൽകുമാറുള്ള സമയത്ത് പറയില്ല, സുനിൽകുമാർ വളരെ പോപ്പുലർ കാൻഡിഡേറ്റാണ്. ജയിക്കാനുള്ള സകല സാധ്യതകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ ജീവിച്ച ആൾക്കാർക്ക് എല്ലാവരും വളരെ പോപ്പുലർ കാൻഡിഡേറ്റാണ് സുനിൽകുമാർ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ അവിടുത്തെ ഇലക്ഷൻ സ്ട്രാറ്റജി വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ ഇലക്ഷൻ സ്ട്രാറ്റജി പറഞ്ഞാൽ തിരുവനന്തപുരം അല്ല, അവരെ സംബന്ധിച്ചോളം BJP ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് പൂരത്തെക്കുറിച്ച് ചർച്ച നമുക്കുണ്ടായി. അതിനെക്കുറിച്ച് സർക്കാർ നിലപാട് തന്നെ ദുരൂഹമാണ്. വേറെ കാര്യം നമുക്കറിയാം, ഇപ്പോഴും ദുരൂഹമായി നിൽക്കുകയാണ്.
അങ്ങനെ ഈ വിഷയം വന്നു ഉയർത്തിവിട്ടു. അപ്പോൾ ഞാൻ ഇതൊക്കെ സ്ഥിരീകരിച്ച് ഇതിനെ നടന്നു എന്ന് ഉറപ്പിച്ചു പല കാര്യം നിയമപരമായിട്ടും തെളിവുകളോടെ തെളിയിക്കപ്പെടേണ്ട ഇനിയും കാര്യമുണ്ട്. കാര്യം എന്തിനാണ് സുരേഷ് ഗോപി 70,000 വോട്ടാണ് ജയിച്ചിട്ടുള്ളത്, വസ്തു നമ്മുടെ മുമ്പിലുണ്ട്. കാര്യം ചെറിയ ഭൂരിപക്ഷത്തിനല്ല ജയിച്ചിട്ടുള്ളത്, 70,000 വോട്ടിന് ഭൂരിപക്ഷം ചെറിയ ബന്ധമല്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ അപ്പോൾ പൂരമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് ഈ വോട്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പ്രോജക്റ്റിലേക്ക് പോകുന്ന സമയത്ത് ആ റൂട്ട് മാപ്പിൽ പലതരം ആവിഷ്കാരങ്ങൾ സാധ്യതയുണ്ട്. കാര്യം അങ്ങനെ സംഘടിതമായി പ്രവർത്തിക്കാനുള്ള സംവിധാനമുള്ള ഒരു പാർട്ടി നമ്മളെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വഭാവം അതിലുണ്ട്. ആ ബി.ജെ.പിക്കുണ്ട്, ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തിലുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ജനാധിപത്യത്തിന് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളൊരു പൗരൻ നിലയ്ക്ക്, നമ്മൾ സംവിധായകൻ എന്ന നിലയ്ക്ക് ആശങ്കപ്പെടേണ്ടത്. അപ്പോൾ ഈ സമരം പിന്നോട്ട് പോയിരിക്കാം. നാളെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന സമയത്ത് ഇന്ന് തന്നെ നമ്മുടെ ട്രംപായി ബന്ധപ്പെട്ടും അമേരിക്കൻ തീരുവമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനപ്പെട്ട ചൈനയിലെ ചർച്ചയെ ബന്ധപ്പെട്ട് ബി.ജെ.പി തന്നെ ഉന്നയിക്കുന്ന പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഈ സമയത്താണ് നിർണായകമായി ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നേരിടുന്ന സമയത്താണ് കോൺഗ്രസ് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് എപ്പോഴും പുതിയ ട്രോൾ അതാണ്. അതായത് പക്ഷേ ഇതിൽ നിന്ന് അങ്ങനെ പിന്നാക്കം പോകാൻ അത്ര എളുപ്പമാണോ ശ്രീ ദാമോദർ പ്രസാദ്? കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ തന്നെ വിഷയമായി നിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിപക്ഷമെല്ലാം ഐക്യപ്പെട്ടുകൊണ്ട് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അത് അതിജീവനത്തെ പ്രശ്നമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അതിജീവനം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അതിജീവനം തുടങ്ങി. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് ഒരു വിഷയം, ഇത് പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഉണ്ടായിരുന്നത്. ഘടനാപരമായ മാറ്റം വരുത്തി. ഇങ്ങനെ പലതരത്തിൽ ഇലക്ഷനായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഓട്ടോണമിയെ ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങളുണ്ട്. നമ്മളിപ്പോഴാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറഞ്ഞിട്ട് അവർ സമരം ചെയ്തിട്ടുണ്ട്, അവർ കോടതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇതിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതിനൊക്കെ പിന്മാറി പോവാണ്. കാര്യം നാളെ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് മറുപടി കൊടുക്കുക, ഏകീകരണമാണ് മറുപടി കൊടുക്കും എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് പകരം ഒരു ഉപയോഗിച്ച തന്ത്രമാണ് ഇത്. ഈ സുനിൽകുമാറിനോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ഈ ഇത്രയും ഓത്തെടുക്കണം, അത് സത്യവാങ്മൂലം ചോദിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവരുന്ന കാര്യപ്രവണത എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ ബാധിക്കാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സ്ട്രാറ്റജി, അപ്പോൾ ഞാനിത് ഒറ്റ പോയിന്റിലേക്കാണ് ചുരുക്കുന്നത്. അതായത് ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന വലിയ പ്രോജക്റ്റ് ഉണ്ട്, അത് നടപ്പാക്കാൻ തയ്യാറുണ്ട്. ഇതിന് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാസ് ഇൻഫ്രാഞ്ചൈസ്മെന്റിനെ സംബന്ധിച്ചിട്ട് വലിയ പ്രധാനപ്പെട്ട വേറെ കാര്യമുണ്ട്. ആരാണ് പുറത്തു പോകുന്നത്? ഇത് നാളെ NRC പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പിൻവലിച്ചിട്ടൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. CAയും NRC ഇവിടെ പിൻവലിച്ചപ്പെട്ടു എന്നുള്ള ധാരണ ഇവിടെ ആർക്കും ഇല്ല. രാസപരത്തൊക്കെ എല്ലാവരും പിന്നോട്ട് പോയെങ്കിൽ കൂടി അതിൽ സമരം ചെയ്ത ആൾക്കാരെന്തോ ഇപ്പോഴും പ്രതി നിൽക്കുന്നു, കേസൊക്കെ നേരിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് അവരെ കേസ് പിൻവലിച്ചിട്ടില്ല. പക്ഷേ ആ സമരം ആ NRC സർക്കാരിന്റെ അജണ്ടയാണ്, അതൊരിക്കലും പിൻവലിക്കപ്പെട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം. ഒരു ദേശത്തെക്കുറിച്ച്, ദേശരാഷ്ട്രത്തെക്കുറിച്ച് ഒരു സങ്കല്പവും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കേണ്ട. ഒരു വെറും തെരഞ്ഞെടുപ്പിൽ ഒരു ഇലക്ട്രൽ വോർ മാറ്റി ഒരു സ്ഥലത്ത് ജയിക്കാമെന്ന് മാത്രമല്ല, വൺ നേഷൻ വൺ ഇലക്ഷൻ വലിയൊരു റൂട്ട് മാപ്പിലേക്ക്, അതിൻ്റെ ഒരു അത്യന്തികമായ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റിലേക്കുള്ളൊരു യാത്രയുടെ ഭാഗത്തുള്ള ഓരോ ഘടകങ്ങളാണത്. ഇത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാ അത്തരം ഒരു കാര്യം ഉൾക്കൊള്ളാൻ അവർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ദയനീയമായൊരു കാഴ്ച വരുന്നത്. സമരമൊക്കെ ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത്തരം പ്രവണതകളെ എങ്ങനെയാണ് മനസ്സിലാക്കാനും നേരിടാൻ പറ്റുക? കാര്യം ഇവരുടെ ഒരു അതിജീവനത്തെ പ്രശ്നം ഒരു ഐക്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഐക്യം എത്ര കാലം നിൽക്കും? ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.